ഇന്ത്യൻ രൂപയ്ക്ക് റെക്കോർഡ് തകർച്ച. ഗൾഫിൽ നിന്നും പണമയക്കുന്നവർക്ക് സുവർണാവസരം. ഇന്ന് ഒരു US$ന്റെ മൂല്യം 84 രൂപ 92 പൈസയാണ്. ഒരു UAE ദിർഹത്തിന് 23 രൂപ 14 പൈസയാണ് നിരക്ക്. ഇന്ത്യയുടെ വ്യാപാര കമ്മി ഗണ്യമായി വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഇന്ന് ഇന്ത്യൻ കറൻസി എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത്. UAEയിൽ ശൈത്യകാലം ഈ മാസം 22-ന് ആരംഭിക്കും. രാജ്യത്തിപ്പോൾ തണുത്ത കാലാവസ്ഥയാണെങ്കിലും ശൈത്യകാലം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഡിസംബർ 22-നാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്ത് പൊതുവെ താപനില 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ തുടങ്ങി ക്രമേണ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് നിഗമനം. UAEയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ജബൽ ജയ്സിലാണ് ഇന്ന് പുലർച്ചെ ഏറ്റവും കുറവ് താപനില അനുഭവപ്പെട്ടത്. 4.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ താപനില രേഖപ്പെടുത്തിയത്. UAEയിൽ കഴിഞ്ഞ 30 വർഷങ്ങളായി ജനുവരി 16 മുതൽ 18 വരെയുള്ള 3 ദിവസങ്ങളിലാണ് രാജ്യത്തെ ഏറ്റവും കൂടിയ തണുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാട്സപ്പ് വഴി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക. വൻതുക പിഴ ലഭിക്കും, ജയിലിലുമാകും. അലൈനിൽ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതിക്ക് 10,000 ദിർഹം നഷ്ടപരിഹാരം നൽകാൻ വിധി. അലൈൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഓൺലൈൻ വഴി മറ്റൊരാൾക്ക് മാനനഷ്ടമുണ്ടാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ മറ്റൊരാളുടെ സ്വകാര്യതയ്ക്ക് ഹാനി വരുത്തുകയോ മതപരമായ അവഹേളനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് UAE ഫെഡറൽ നിയമപ്രകാരം കുറ്റകരമാണെന്നോർക്കണം. അടിസ്ഥാനരഹിതമായി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഫെഡറൽ നിയമപ്രകാരം കുറ്റകരമാണ്. GCCയിലെ താമസക്കാർക്ക് ഉംറ വിസ കൂടുതൽ സുഗമവും സുതാര്യവുമാക്കി. മെച്ചപ്പെടുത്തിയ സേവനങ്ങളോടെ ഇപ്പോൾ വർഷത്തിൽ ഏതു സമയത്തും ഉംറ നിർവഹിക്കാമെന്ന് സൗദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടകർക്ക് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ നുസുക് വഴി ഉംറ പാക്കേജ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അംഗീകൃത വിസ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ സൗദി എയർലൈൻസിലോ ഫ്ലൈനാസിലോ സൗദി വഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ട്രാൻസിറ്റ് വിസ സ്വന്തമാക്കാവുന്നതുമാണ്. ഇതിലൂടെ അവരുടെ സ്റ്റോപ്പ് ഓവർ സമയത്ത് ഉംറ ചെയ്യാൻ അവസരം ലഭിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കുവൈത്തിൽ കോട്ടയം സ്വദേശി മരിച്ചു. മൂലവട്ടം ഉപ്പൂട്ടിൽ വീട്ടിൽ സതീഷ് വർഗീസാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. ഭാര്യ ഷീബ ആന്റണി ഫർവാനിയ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്. മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. ദുബായ് KMCC തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗൾഫ് വേർഡ് FC കിരീടം കരസ്ഥമാക്കി. UAEയിലെ 16 വമ്പൻ ടീമുകളെ പിന്നിലാക്കിയാണ് ഗൾഫ് വേർഡ് ചാമ്പ്യന്മാരായത്. ടീം മാനേജർമാരായ ഷിഹാബ്, ഷാനിബ്, റാഫി, നാസർ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി.